ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, പ്രതിപക്ഷ നേതാവ് ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാം നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്ന നിർബന്ധമുണ്ടോ? പല പാർട്ടികളും പലതരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിനെ പക്ഷേ ഇപ്പോൾ ഡൽഹിയിലെ ഈ പോസ്റ്ററുകൾ വിമർശന വിധേയമായിട്ട് കാണുകയാണ്. രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള പോസ്റ്ററുകൾ, അത് BJP-യുടെ സൃഷ്ടിയായിരിക്കില്ലേ? അതൊരു പക്ഷേ BJP-യുടെ സൃഷ്ടിയായിരിക്കാം. പക്ഷേ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇൻ പാർലമെന്റ് അദ്ദേഹം വിസിബിൾ അല്ല എന്നതാണ്. എപ്പോഴും പര്യടനം എന്നാണ് ഇപ്പോൾ BJP വിമർശിക്കുന്നത്. പര്യടനങ്ങളുടെ രാജകുമാരൻ എന്ന രീതിയിലാണോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവാണ്? യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ലൈവ് വയറായി നിൽക്കേണ്ടത് ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹം ചില സമയത്ത് ഹൈപ്പർ ആക്റ്റീവാണ്. ഭാരത് ജോഡോ യാത്രയൊക്കെ മുന്നിൽ നിന്ന് നയിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു അനുകൂല സാഹചര്യമുണ്ട്. അതിൻ്റെ കൂടി ഫലത്തിലാണ് 2024 തിരഞ്ഞെടുപ്പിൽ സാമാന്യം മെച്ചപ്പെട്ട വിജയം നേടാൻ കഴിഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ ഒരു പാൻ ഇന്ത്യ ഇമേജ് കൂടെ കൊണ്ടാണ്. പക്ഷേ അത് കൺസിസ്റ്റൻ്റായി ആ ഇമേജ് അല്ലെങ്കിൽ തുടർച്ചയായി താൻ ജനങ്ങളുടെ മുന്നിൽ അവൈലബിൾ ആണ് എന്ന ആ ഒരു ഇമേജ് നിലനിർത്താൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നതാണ്. ഇപ്പോൾ ഇവിടെ ചില സമയത്ത് എ പേഴ്സൺ ബിക്കംസ് ഇൻകമ്മ്യൂണിക്കേറ്റോ. അദ്ദേഹം എവിടെയാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്കറിയില്ല, പാർലമെൻറ്റിലെ അദ്ദേഹത്തിൻ്റെ മറ്റംഗങ്ങൾക്കറിയില്ല. അപ്പോൾ ഇവിടെ ചില നിബന്ധനകളുണ്ടല്ലോ. ഒരു പാർലമെൻറ്റ് അംഗം വിദേശത്തേക്കാണ് പോകുന്നത്. പാർലമെൻറ്റ് ഇല്ലാത്ത സമയത്ത് അവർക്ക് സഞ്ചരിക്കാം. പക്ഷേ വിദേശത്തേക്ക് പോകുമ്പോൾ ചില അറിയിപ്പുകൾ ഉണ്ടാകണം. ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കണം എന്നതൊരു വ്യവസ്ഥാപരമായ ഒരു കാര്യമല്ലേ? അതുമാത്രമല്ല, ആരാണ് അറിയിച്ചിട്ടുണ്ടാവുമല്ലോ. ഉണ്ടാവാം ആരാണ് അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യുന്നത്? ഇതൊക്കെ സ്വാഭാവികമായി നിയമപരമായി അതറിയണമെന്ന് നമുക്കില്ല എങ്കിൽ പോലും ധാർമ്മികതയുടെ പേരിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവനാണ്, നാളെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട ആളാണ്. അങ്ങനെ ഒരാൾ ഏത് രാജ്യത്താണ് പോകുന്നത്, എവിടേക്കാണ് പോകുന്നത്, അദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്യുന്നത് ആരാണ്? സ്വാഭാവികമല്ലേ BJP അദ്ദേഹത്തെക്കുറിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ചിലതൊക്കെ സത്യമാണ്, ചിലതൊക്കെ ഊതിപ്പെരുപ്പിച്ച കണക്കുമാണ്. ഏതാണ്ട് കഴിഞ്ഞ 22 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 54 പ്രാവശ്യമാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നത്. പെർഫെക്റ്റ്ലി ഫൈൻ. ദാറ്റ് ഈസ് വെരി മച്ച് വിത്തിൻ ഹീസ് റൈറ്റ് ടു ട്രാവൽ എബ്രോഡ്. പക്ഷേ അതിന് 60 കോടി രൂപ ചിലവാകുന്നു എന്നാണ് BJP-യുടെ ആരോപണം. അത് BJP-യുടെ ആരോപണമാണ്. അതിന് അറിയപ്പെടുന്ന സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഒരു വർഷം ശരാശരി 1 കോടി രൂപയോളം. പ്രധാനമന്ത്രി പോകുന്നില്ലേ എന്ന് തിരിച്ചുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇപ്പോഴും ചില കോൺഗ്രസ് നേതാക്കൾ എക്സിലൊക്കെ പോസ്റ്റ് ഇടുന്നത് ഇതേ രീതിയിൽ തന്നെയാണ്. സ്റ്റേറ്റ് വിസിറ്റ് ആണ്, സ്റ്റേറ്റ് ഫണ്ടിംഗ് ആണ്, അതിന് ചെലവുകൾ ഹോസ്റ്റ് കൺട്രി എടുക്കും. പ്രതിപക്ഷ നേതാവിനെ രാജ്യം ഹോസ്റ്റ് ചെയ്യുന്നു എങ്കിൽ ക്യാബിനറ്റ് റാങ്കുള്ള ആളാണോ എന്ന് ഓർക്കണം. ഇന്ത്യയിൽ ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ് പ്രതിപക്ഷ നേതാവ്. ഒരു പ്രതിപക്ഷത്തെ ഒരു നേതാവ് അവിടെ പോകുമ്പോൾ രാജ്യം ഹോസ്റ്റ് ചെയ്യുന്നു എങ്കിൽ അത് ഔപചാരികമായ വിസിറ്റാണ്. രാഹുൽ ഗാന്ധിയുടെ പല വിസിറ്റിനും ഒരു അനൗപചാരിക വ്യക്തിപരമായ ഒരു കളറാണുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംശയങ്ങൾ മാത്രമാണ് സംശയങ്ങൾ ഉണ്ടാകുന്നത്. മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ ഇതിന് പിന്നിൽ? അപ്പോൾ രാജ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആണോ? അതുകൊണ്ടാണ് കുറച്ചുകൂടി സുതാര്യത വേണം എന്ന പൊതു ചിന്ത ഉള്ളത്. അതുകൊണ്ടാണ്. അതുമാത്രമല്ല, അദ്ദേഹം പോയ ഒരു സമയം നോക്കൂ. ഏറ്റവും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഉത്തർപ്രദേശിൽ ഏറ്റവും അനുകൂലമായൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം, അഴിമതിയല്ല, ഈ പണം എംബിസൽ ചെയ്യുന്ന ഒരു ആരോപണമാണ്. അത് ഹുണ്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഖജനാവിൽ നിന്നും അല്ലെങ്കിൽ കാണിക്കവഞ്ചിയിൽ നിന്നും പണം എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നവർ അത് വഴിയിൽ അത് മാറ്റിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ തീരെ ചില്ലറ കാര്യമല്ലത്. 7 കോടിയുടെ ആരോപണമാണ് വന്നിരിക്കുന്നത്. അതിനേക്കാളും വളരെ കൂടുതലായിരിക്കാം യഥാർത്ഥ ഫിഗേഴ്സ്. ഇത് പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സമയത്ത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇന്ന് ലോക്സഭ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് ഉണ്ടാവേണ്ടത്? നീറ്റുമായി ബന്ധപ്പെട്ട വിവാദം അത് കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ, കോക്രോച്ചുകൾ ആടിത്തമർക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ പ്രതികരണം വളരെ ദുർബലമായിരുന്നു. ഇവിടൊക്കെ മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു വിഷയമൊക്കെ എടുത്ത്, ജൻസിയുടെ വിഷയം കൂടിയാണ്, ആ വിഷയമെടുത്ത് ആളിക്കത്തിക്കാൻ ലഭിക്കുന്ന ഒന്നാന്തരം അവസരങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ന്യായമായ ചോദ്യം ഉയരുന്നു. അതിന് ഉത്തരവില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവില്ല. ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് വിട്ടിരിക്കുന്ന ആരെയാണ്? അജയ് റായിയാണ് അയോധ്യയിലേക്ക് വിട്ടിരിക്കുന്നത്. അതുപോലെ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ അതിന് കോൺഗ്രസിന് അജണ്ട ഉണ്ടാവുമല്ലോ, പ്രാദേശികമായ സ്വാധീനമുള്ളതിനാൽ അല്ലേ? അല്ല, അത് തരില്ല. കോൺഗ്രസ് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് അയോധ്യയിലേക്ക് വിടേണ്ടത്, ആരാണ് അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. പക്ഷേ ഇന്ത്യക്ക് റിലേറ്റ് ചെയ്യാവുന്ന വിസിബിൾ ഓപ്പോസിഷൻ പ്ലേസ് ആരാണ്, ഫേസ് ആരാണ്? അത് രാഹുൽ ഗാന്ധിയല്ലേ?
നമ്പർ 1 ഫേസ് ഇൻ ഇന്ത്യ ഓൺ ബിഹാഫ് ഓഫ് ദ ഓപ്പോസിഷൻ. അത് മറ്റാരുമല്ല, അത് അജയ് റായ് ഒരിക്കലും ഈ രാഹുൽ ഗാന്ധിക്ക് ബദലാവുന്നില്ല. അപ്പം രാഹുൽ ഗാന്ധി പറയണം, ആ ലെവലിൽ പറയേണ്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറയണം. ഇന്ത്യ നീഡ് ടു ഹിയർ തിങ്സ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത്. ഇന്ത്യ റിക്വയർസ് എ ജെനുവിൻ ഓപ്പോസിഷൻ. ശക്തമായ ഭരണപക്ഷത്തെയും ശക്തമായ പ്രതിപക്ഷത്തെയും. ഡോക്ടർ ജി ഗോപകുമാർ, രാഹുൽ ഗാന്ധിയുടെ അഭാവം ഇപ്പോൾ ഈ സമരങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിന് തടസ്സമാകുന്നുണ്ടോ? ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യവും പറയാം. ഇന്ത്യ സഖ്യത്തിനും ഈ ഫലത്തിൽ നേതൃത്വം വഹിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണല്ലോ. അതിനൊരു ഏകോപിതമായ ഒരു നേതാവില്ല എന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇതിപ്പോൾ രാഹുലിൻ്റെ അഭാവം അങ്ങനെ പ്രകടമാകുന്നുണ്ടോ രാജ്യത്ത്? ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. നമ്മുടെ ഒരു പാർലമെന്ററി ജനാധിപത്യമാണ്. പാർലമെന്ററി ജനാധിപത്യത്തിലെ ജീവവായു എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. അതിൽ തന്നെ ഏറ്റവും മർമ്മസ്ഥാനത്ത് നിൽക്കുന്ന 2 ഘടകങ്ങൾ എന്ന് പറയുന്നത് ഭരണകക്ഷിയും അഥവാ ഗവൺമെന്റും, മറുവശത്ത് പ്രതിപക്ഷവും അതിന്റെ നേതാവുമാണ്. ആ നിലയ്ക്ക് രാജ്യത്ത് നടക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ജനമുന്നേറ്റമുണ്ടാക്കി കൂടുതൽ ശക്തി ആർജിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കേണ്ടത് 365 ദിവസത്തെയും ചുമതലയാണ്. ഒരു നിമിഷം പോലും പ്രതിപക്ഷ നേതാവിന് ദേശീയ രാഷ്ട്രീയം വിട്ടുകൊണ്ടൊരു കളിയില്ല. മറ്റൊരു മേഖലയിൽ ഒരു വിദേശ നയമായി പോകുന്നുണ്ടെങ്കിൽ പോലും അത് രാജ്യത്തെ ജനങ്ങളും രാഷ്ട്രീയ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാവരും അറിയുന്ന രീതിയിൽ സുതാര്യമായിട്ടാണ് പോകേണ്ടത്. രാജ്യത്ത് ഉണ്ടായാൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഗവൺമെന്റിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കാം. വാസ്തവത്തിൽ വീഴ്ചയായിട്ട് ഇപ്പോൾ അയോധ്യ സംഭവം മാത്രമേ ഉള്ളൂ, പക്ഷെ അത് പ്രധാന സംഭവം തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ദേശീയ തലത്തിൽ വളരെയധികം അസംഘടിതരാണ്. ഇന്ത്യ മുന്നണിയാണെന്നൊക്കെ മഞ്ജുഷ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം വൈരുദ്ധ്യമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, പശ്ചിമ ബംഗാളിലും സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കേരളം ഒഴികെ മറ്റെവിടെയാണ് കോൺഗ്രസിന് എവിടെയെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാക്കാൻ കഴിഞ്ഞത്? തമിഴ്നാട്ടിൽ പോലും DMK മുന്നണി പരാജയപ്പെട്ട മുന്നണിയിൽ നിന്ന് ചാടിയ 4-5 പേര് ഈ വിജയ് ജോസഫിന്റെ കൂടെ പോയി ഭരണത്തിന്റെ ഭാഗമായി എന്നല്ലാതെ ആകെ എല്ലായിടും സമ്പൂർണ്ണ പരാജയമാണ്. അത് മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ ദുർബലപ്പെട്ടിരിക്കുന്നു. TMC അപ്രത്യക്ഷമായിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷമേ ഇല്ലാത്തൊരു സ്ഥിതിയിൽ അവിടുത്തെ ഏറ്റവും നിർണായകമായ വിജയം നേടിയത് BJPക്ക് ഒരുപാട് നേട്ടമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും മാനങ്ങളുണ്ട്. പ്രാദേശിക പാർട്ടികൾ അപ്രസക്തമാകുന്നു. ദേശീയ പാർട്ടിയായ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസിന്റെ നേതൃത്വം ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഭരണ മുന്നണിക്ക് വലിയ നേട്ടമുണ്ടാകത്തേ ഉള്ളൂ. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഞാൻ ആലോചിക്കുന്ന പഴയ കാലത്ത് ഞങ്ങളൊക്കെ അരനൂറ്റാണ്ട് മുമ്പ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, പ്രധാനമന്ത്രിയുടെ ദുർബലതയും ശക്തിയും ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പ്രതിപക്ഷ നേതാവിനും, അതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ശക്തിയും ദുർബലതയും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് പ്രധാനമന്ത്രിക്കുമാണ്. അപ്പൊ ഇവർ രണ്ടുപേരും പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തുല്യ സ്ഥാനമാണുള്ളത്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് റാങ്ക് ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ചർച്ചകളും പൊതുസമൂഹത്തിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനും അതിനെ സംഘടിപ്പിക്കാനും മൊബിലൈസ് ചെയ്യാനും ഒക്കെ പ്രതിപക്ഷ നേതാവും നേതൃത്വവും ആവശ്യമാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അസംഘടിതരാണ്. പല തട്ടുകളിലായി പോയിരിക്കും. ആശയപരമായ യോജിപ്പില്ല. ആശയപരമായ ഒരു ആൾട്ടർനേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാനുള്ള സാഹചര്യമില്ല. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഗവൺമെന്റിന്റെ ചെയ്തികൾ ചോദ്യം ചെയ്യാൻ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കണം. അതിന്റെ നേതൃത്വവും ശക്തമാകണം. നേതാവും സ്ഥലത്ത് വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.